ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ്. പ്രിയമുള്ളവരെ, റമദാൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും നമ്മളോട് യാത്ര ചോദിച്ചെങ്കിലും ആ റമദാനിൽ നിന്ന് നമ്മൾ നമ്മുടെ കൂടെ കൂട്ടേണ്ട പഠിച്ചെടുക്കേണ്ട അനേകം പാഠങ്ങളുണ്ട്. ആ ഒരു വെളിച്ചത്തിലാകണം ഇനി നമ്മുടെ ജീവിതം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ വേറെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. കാരണം അതാണ് ഇസ്ലാമിന്റെ ബേസ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം. ബാക്കിയെല്ലാം അതിന്റെ മുകളിലാണ് കെട്ടിപ്പടുക്കപ്പെടുന്നത്. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട സുദിനമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ബദർ ഉണ്ടായത് ഈ പുണ്യ റമദാനിലാണ്. ആ ബദർ എന്ന പോരാട്ടമുണ്ടായത് സമ്പത്തിന് വേണ്ടിയുള്ള കടിപിടിയായിരുന്നില്ല, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല, മറിച്ച് രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഒരു വിഭാഗം പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റേ സംഘം പറഞ്ഞു, അള്ളാഹു ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ചിലരും ഞങ്ങൾക്ക് വേണ്ടതുണ്ട്. ഇബ്രാഹിമിനെ, ഇസ്മായിലിനെ അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങൾക്ക് ആരാധിക്കണം, അവരോടും ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കണം. ലാത്തയുടെ, ഉസ്സയുടെ, ഹുബലിന്റെ വിഗ്രഹങ്ങൾ പരിശുദ്ധ കഅബാലയത്തിൽ തന്നെ സ്ഥാപിക്കണം, അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം, അവരെ ഇടയാളന്മാരായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം അള്ളാഹുവിനെയും ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ അള്ളാഹുവെ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ നടന്ന പോരാട്ടമാണത്. ആ ബദരീങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നത്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബി അഹദ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ആ ബദറിന് ശേഷം നടന്ന പോരാട്ടമാണ് ഉഹുദ്. 70ഓളം സഹാബാക്കൾ ധീരരക്തസാക്ഷികളായ, മുസ്ലിമീങ്ങൾക്കേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്ന ആ പോരാട്ടത്തിനൊടുവിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഒരു മലമുകളിൽ നിൽക്കുകയാണ്. അപ്പൊ താഴെ ശത്രുക്കളുണ്ട്. അന്ന് ശത്രുക്കളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളുടെ നേരെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അഫിൽ ഖൗമി മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് നൽകി, സ്വഹാബത്തിനോട് പറഞ്ഞു, ലാ തുജീബു, നിങ്ങൾ അവന് മറുപടി കൊടുക്കണ്ട. അബൂ സുഫിയാൻ വീണ്ടും ചോദിച്ചു, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, ലാ തുജീബു, നിങ്ങൾ അവന് മറുപടി കൊടുക്കണ്ട എന്ന്. അപ്പൊ അബൂ സുഫിയാൻ വീണ്ടും ചോദിക്കണം, അഫിൽ ഖൗമി ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന മറുപടി, ലാ തുജീബു, നിങ്ങൾ അവന് മറുപടി കൊടുക്കണ്ട. അപ്പൊ മറുപടിയൊന്നും കിട്ടാതായപ്പോ അബൂ സുഫിയാൻ തന്റെ ആളുകൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മാ ആഹുലായി ഫഖദ് ഖുതിലു, അവരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലൗ കാനു അഹ്യാൽ അജാബു, അവരിൽ ആരെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയേനെ. ഈ വർത്തമാനം കേട്ടപ്പോ ഉമർ അല്ലാഹുവിന് കോപം വന്നു. ഉമർ അല്ലാഹു പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ പറഞ്ഞത് കളവാൻ. ഖദ് അബ്ഖല്ലാഹു ലക മാ യഹ്സീക, നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്നോട് പകരം ചോദിക്കാനുള്ള ആളുകളെ അല്ലാഹുവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മറുപടി കേട്ടപ്പോ അന്ന് മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാന് ദേഷ്യം വന്നു. അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ഹുബൽ നീണാൽ വാഴട്ടെ, ഹുബൽ നീണാൽ വാഴട്ടെ. ഇവർ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേരാണത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അജീബു, ഇനി നിങ്ങൾ അവന് മറുപടി കൊടുക്കും. അപ്പൊ അവർ ചോദിച്ചു, മാ നഖൂലു, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ അവന് കൊടുക്കേണ്ട മറുപടി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹു അലാ അജൽ, അല്ലാഹു അലാ അജൽ, അല്ലാഹു ആണ് ഏറ്റവും ഉന്നതനും അതിമഹത്വമുള്ളവൻ. ഇത് കേട്ടപ്പോ അബൂ സുഫിയാൻ ഒന്നുകൂടി ചൂടായി. അബൂ സുഫിയാൻ പറഞ്ഞു, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങളുടെ കൂടെ ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. ഇന്ന് തൗഹീദിന്റെ വാക്താക്കളെ നോക്കി അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് ബദരീങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കുന്ന ആളുകളെ നോക്കി, നിങ്ങൾക്ക് അമ്പിയാക്കളില്ല, നിങ്ങൾക്ക് ഔലിയാക്കളില്ല, വിളിച്ചു പ്രാർത്ഥിക്കാൻ മഹാന്മാരില്ല, ബറക്കത്തെടുക്കാൻ മക്ബറകളില്ല എന്ന് ഇന്ന് ആളുകൾ കളിയാക്കുന്നത് പോലെ മുവഹ്ഹിദീങ്ങളുടെ നേതാവ്
മുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിക്കൊണ്ട് അന്ന് അബു സുഫിയാൻ പറയുന്നത് ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങളുടെ കൂടെ ഉസ്സൗലിയുണ്ട്, നിങ്ങളുടെ കൂടെ ഉസ്സയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അജീബുഹു, നിങ്ങൾ അവന് മറുപടി കൊടുക്കിൻ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു മാ നഖൂലു, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അവന് കൊടുക്കേണ്ട മറുപടി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖൂലു, നിങ്ങൾ പറയുക അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, അല്ലാഹു മൗലാന, അല്ലാഹു ആണ് ഞങ്ങളുടെ രക്ഷാധികാരി, വലാ മൗലാ ലക്കും, നിങ്ങൾക്കൊരു രക്ഷാധികാരിയുമില്ല. ഇവരൊക്കെ നിങ്ങളുടെ രക്ഷാധികാരിയായി വലിയായി നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് ജൽപ്പനം മാത്രമാണ്. യഥാർത്ഥത്തിൽ രക്ഷാധികാരിയായുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹു മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന് ആ ജീവൻ പോകുന്ന കടുത്ത പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ വിശുദ്ധി, ഏകനായ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, ഈ തൗഹീദിന്റെ വെളിച്ചം ഇവ ഉൾക്കൊണ്ട് വേണം ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. റമദാനിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഒന്നാമതായി കൂടെ കൂട്ടേണ്ട കാര്യം അതാണ്. അതില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. രണ്ടാമതായി റമദാനിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടേണ്ടത് തഖ്വയാണ്. നീണ്ട ഒരു മാസത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് തഖ്വയെന്ന മനോഹരമായ കൊട്ടാരം പണിതവരാണ് നമ്മൾ. ഇനി ശവ്വാലിന്റെ പൊന്നമ്പളി മാനത്ത് തെളിഞ്ഞതോടുകൂടി ആ കൊട്ടാരം ഇടിച്ചു തകർത്ത് റമദാനിൽ നേടിയെടുത്ത വിശുദ്ധിയോടും റമദാനിൽ നേടിയെടുത്ത നന്മകളോടും റമദാനിൽ ശീലിച്ച തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആ നല്ല ശീലത്തോടൊക്കെ വിട പറയുന്നവരായി നമ്മൾ മാറരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച ഭ്രാന്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് റൈത്ത. വളരെ വിചിത്രമായ സ്വഭാവമാണ് അവൾക്കുണ്ടായിരുന്നത്. അവൾ ഉച്ചവരെ ഈ കയറിങ്ങനെ മുടഞ്ഞുണ്ടാക്കും. ഉച്ചയ്ക്ക് ശേഷം അവൾ തന്നെ അത് ഉടച്ചു കളയും. ആ ഭ്രാന്തിയായ റൈത്തയെ പോലെ ഒരു മാസം മുഴുവൻ പട്ടിണി കിടന്ന് രാത്രി നിന്ന് നമസ്കരിച്ച് ഖുർആൻ ഓതി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ തഖ്വയും ഈ ജീവിതത്തിന്റെ വിശുദ്ധിയും ഈ നന്മകളുടെ ആ നല്ല ശീലങ്ങളും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഈ ശീലമൊക്കെ 30ാമത്തെ ദിവസം അല്ലെങ്കിൽ ശവ്വാലൊന്നോടുകൂടി തകർത്ത് കളയുന്ന ആളുകളായി നമ്മൾ മാറരുത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, സ്നേഹനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് വലാ തകൂനു കല്ലതി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വ. ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളായി പിരിച്ചു കളഞ്ഞ ആ സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. മറിച്ച് ഈ നേടിയെടുത്ത തഖ്വയും ഈ ഈമാനും ഈ നല്ല ശീലങ്ങളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകണം. അത് ശക്തമായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. മൂന്നാമതായി റമദാനിൽ നിന്ന് നമ്മൾ കൂടെ കൂട്ടേണ്ടത് എന്തുകൊണ്ട് റമദാൻ ഇത്രയേറെ അനുഗ്രഹീതമായി എന്ന ചോദ്യത്തിന്റെ, എന്തുകൊണ്ട് 12 മാസമുണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ നോമ്പ് നിർബന്ധമാക്കാനായി തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന്റെ, ആ റമദാൻ ഒരു രാത്രിക്ക് എന്തുകൊണ്ട് ഒരായുഷ്കാലത്തിന്റെ നന്മ അല്ലാഹു നിശ്ചയിച്ചു എന്ന ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരമായ പരിശുദ്ധ ഖുർആനാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലമാണോ ഈ ഭൂമിയിൽ നമുക്ക് ആയുസ് നൽകുന്നത് അത്രയും കാലം ഖുർആനിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം, നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രാധാന്യപൂർവ്വം ഏറെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി അവിടുന്ന് പറഞ്ഞു മാ അസ്വാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ ഫഖാല അദ്ദുആ. ഒരാൾക്ക് എന്തെങ്കിലും ദുഃഖമോ വിഷമമോ ബാധിക്കുകയും എന്നിട്ട് അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു വഅബ്ദലഹു മകാനഹു ഫറഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷമം നീക്കിക്കൊടുക്കുകയും അതിനു പകരം സന്തോഷം നൽകുകയും ചെയ്യാതിരിക്കുകയില്ല. അപ്പോൾ ദുരിതങ്ങൾ, വിഷമങ്ങൾ, മനോവേദനകൾ വരുമ്പോൾ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്നർത്ഥം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അബ്ദുക, നിശ്ചയമായും ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക, നിന്റെ അടിമയുടെ പുത്രനാണ്. ഇബ്നു അമതിക, നിന്റെ ഒരു അടിയാത്തിയുടെ മകനാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നാസിയതി ബിയദിക്, എന്റെ നിയന്ത്രണം അല്ലാഹുവേ നിന്റെ കൈകളിലാണ്. മാദി ഫീ ഹുക്മുക്, എന്നെ സംബന്ധിച്ചുള്ള നിന്റെ വിധി അത് നടപ്പിലാക്കപ്പെടുന്നതാണ്. അദ്ലും ഫീ ഖദാഉക്, എന്നെ കുറിച്ചുള്ള നിന്റെ തീരുമാനം നീതിപൂർണ്ണമാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് നൽകിയ എല്ലാ നാമങ്ങളും മുൻനിർത്തി.
ഔ അൻസൽതഹു ഫി കിതാബിക്, അല്ലെങ്കിൽ നീ നിന്റെ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച എല്ലാ നാമങ്ങളും മുൻനിർത്തി, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളെ മുൻനിർത്തി, അവിസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അല്ലെങ്കിൽ നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നിനക്ക് മാത്രം അറിയുന്ന ആ നാമങ്ങളെ മുൻനിർത്തി അല്ലാഹുവേ നിന്നോട് ഞാൻ യാചിക്കുകയാണ്, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, വനൂറ സുദിരി എൻ്റെ നെഞ്ചിന്റെ ഉള്ളിലെ പ്രകാശമാക്കണേ, വജലാ ഹുസ്നി എൻ്റെ സങ്കടങ്ങൾക്കുള്ള പരിഹാരമാക്കണേ, വദഹാബ ഹമ്മി എൻ്റെ വേവലാദികളെ നീക്കം ചെയ്യുന്നതാക്കണേ. ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ തളർന്നു പോകാതെ സ്ഥൈര്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, മനോവേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളുടെ അടിമത്തം പ്രഖ്യാപിച്ച് അങ്ങേറ്റത്തെ വിനയം പ്രകടിപ്പിച്ച് നമ്മളെ തന്നെ അള്ളാഹുവിനെ ഏൽപ്പിച്ച് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങളൊക്കെ മുൻനിർത്തി എന്താണ് അള്ളാഹുവോട് ചോദിക്കുന്നത് എന്നറിയുമോ? അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, വനൂറ സുദിരി എൻ്റെ നെഞ്ചിന്റെ ഉള്ളിലെ പ്രകാശമാക്കണേ. വരണ്ടുണങ്ങിയ ഭൂമിക്ക് മഴ വരുമ്പോ ജീവൻ ലഭിക്കുന്നത് പോലെ വിഷമങ്ങൾ കൊണ്ട് തളർന്ന ഹൃദയത്തിന് ഖുർആൻ ജീവൻ നൽകും. അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, അധാർമികതകളുടെ ഇരുട്ട് നിറഞ്ഞ ഹൃദയത്തിന് ഖുർആൻ വെളിച്ചു നൽകും. ഇത് കേവലം ഒരു മേനി പറച്ചിലല്ല. ഡാർക്ക് ഏജ് എന്ന്, ഇരുണ്ട കാലമെന്ന് ലോകം പേരിട്ട് വിളിച്ച ആ ഇരുണ്ട കാലത്തെ മനസ്സുകൾക്ക് വെളിച്ചം നൽകി തുല്യതയില്ലാത്ത പരിവർത്തനത്തിന്റെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ആ കാലത്തെ അറബികളെ പറ്റി പറയുമ്പോൾ 3 W ആണ് പറയാം: വൈൻ, വാർ, വുമൺ. മദ്യത്തിലും വ്യഭിചാരത്തിലും യുദ്ധത്തിലും മുഴുകി ജീവിച്ചിരുന്ന അവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനാമൃതങ്ങൾ ആഴ്ന്നിറങ്ങിയപ്പോ അവരെ പ്രകാരം മാറി. ലോകം ആദരിക്കുന്ന, ലോകം ബഹുമാനിക്കുന്ന യഥാർത്ഥ സ്റ്റാറുകളായി, നക്ഷത്രങ്ങളായി. ഇന്നും അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും വാഴ്ത്തപ്പെടുന്ന അനുഗ്രഹീതരായി അവർ മാറി, സ്മരിക്കപ്പെടുന്നവരായി മാറി. എന്തുകൊണ്ട്? ഖുർആനിനെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതുകൊണ്ട്. മുക്കാവാ ചന്തയിലെ കൂലിത്തല്ലികാരനായിരുന്നു ഉമർ, ചട്ടമ്പിയായിരുന്നു ഉമർ. ആ ഉമർ അല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആഴ്ന്നിറങ്ങിയപ്പോ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ചർച്ച ചെയ്യുന്ന വിനയത്തിന്റെ, അലിവിന്റെ, കാരുണ്യത്തിന്റെ, നീതിയുടെ അടയാളമായി അദ്ദേഹം മാറി. ഖുർആൻ കൊണ്ടുവന്ന പരിവർത്തനമാണത്. ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന കാലത്ത് ഒരു ദിവസം രാത്രി തന്റെ ജനങ്ങളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. അങ്ങനെ തന്റെ കഴുതപ്പുറത്ത് ഇങ്ങനെ രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീടിന്റെ മുമ്പിലെത്തി. അപ്പൊ ആ വീട്ടിൽ നിന്ന് മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ നിന്നു. ആ മനുഷ്യൻ തന്റെ രാത്രി നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് സൂറത്തു തൂർ, വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ വൽബൈത്തിൽ മഅ്മൂർ വസ്സഖ്ഫിൽ മർഫൂർ വൽബഹ്റിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ് ഇന്ന അദാബ റബ്ബിക ലവാഖിഅ് മാ ലഹു മിൻ ദാഫിഅ് ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്. ഈ ആയത്തിലെത്തിയപ്പോ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഉമർ അല്ലാഹുവിന് തളർച്ച തോന്നുകയാണ്. അദ്ദേഹം തന്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് ആ മുസ്ലിമായ മനുഷ്യന്റെ വീടിനോട് ചാരിയിരുന്നു. എന്നിട്ട് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുകയാണ് അദ്ദേഹം. കുറച്ചു സമയത്തിന് ശേഷം എണീറ്റ് വീട്ടിലേക്ക് പോയി അസുഖബാധിതനായി കിടപ്പിലായി. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഉമർ അല്ലാഹുവിന് കരഞ്ഞു? എന്തുകൊണ്ട് അദ്ദേഹം രോഗിയായി? ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ആയത്തിലുള്ളത്? വത്തൂർ, തൂരിസീന പർവ്വതം തന്നെയാണ് സത്യം, മുൻവേദ ഗ്രന്ഥങ്ങൾ തന്നെയാണ് സത്യം, പരിശുദ്ധ കഅബാലയം തന്നെയാണ് സത്യം. അല്ലെങ്കിൽ
ആകാശലോകത്തുള്ള ബൈത്തുൽ മഅമൂർ തന്നെയാണ് സത്യം. ഉയർത്തപ്പെട്ട ആകാശം തന്നെയാണ് സത്യം. നിറഞ്ഞ മഹാസമുദ്രം തന്നെയാണ് സത്യം. ഇന്ന അദാബ റബ്ബിക ലവാഖി, നിശ്ചയമായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. മാലഹു മിൻ ദാഫി, ആ ശിക്ഷയെ പ്രതിരോധിക്കുവാനോ തടുക്കുവാനോ ലോകത്തൊരാൾക്കും സാധ്യമല്ല 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 എന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനം മഹാനായ ഉമറുല്ലാഹിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ അദ്ദേഹം കരഞ്ഞു പോവുകയാണ്, തളർന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഖുർആനിക വചനങ്ങളൊക്കെ നമ്മളും കേൾക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു പരിവർത്തനം, ഒരു ബേജാറ് നമുക്കുണ്ടാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സുമറിലെ 23-ാമത്തെ വചനത്തിൽ പറയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മഥാനി, പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ ഗ്രന്ഥമായിട്ട്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ രോമാഞ്ചമണിയുകയാണ്. ثم تلين جلودهم وقلوبهم إلى ذكر الله, പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് ശാന്തമാവുകയാണ്, മൃദുവാവുകയാണ്, വിനയാന്വിതമാവുകയാണ്. ഇങ്ങനൊരു അവസ്ഥ അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിലൂടെ നമ്മുടെ റബ്ബ് എന്താണ് നമ്മളോട് പറയുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മുടെ ഈ വിരൽത്തുമ്പിലുണ്ട് ലോകം. നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് സ്ക്രോൾ ചെയ്താൽ ഭൂഖണ്ഡങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് ലോകത്തിന്റെ ഏത് കോണിലും എത്താം. എന്നാൽ അതേ വിരൽത്തുമ്പുകൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഖുർആൻ തൊടുന്നുണ്ട്? എത്ര പ്രാവശ്യം ഈ വിരൽത്തുമ്പുകൾ അല്ലാഹുവിന്റെ കലാമിലൂടെ കടന്നു പോകുന്നുണ്ട്? നമ്മുടെ കണ്ണുകൾ മണിക്കൂറുകളോളം റീൽസുകളിലും ഷോർട്സുകളിലും ഒക്കെ തറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അതേ കണ്ണുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എത്ര പ്രാവശ്യം ഒരു ദിവസം മിന്നി മറയുന്നുണ്ട്? നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുക. റീൽസ് കാണാൻ നമുക്ക് സമയമുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കാണാൻ, അത് പഠിക്കാൻ നമുക്ക് സമയമില്ലേ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുക. ഈ കാണുന്ന കണ്ണുകളും കേൾക്കുന്ന ചെവികളും സംസാരിക്കുന്ന നാവും പിടിക്കുന്ന കൈകളും നടക്കുന്ന കാലുകളും ശുദ്ധീകരിക്കുന്ന കിഡ്നിയും ഈ പിടിക്കുന്ന ഹൃദയവും, അങ്ങനെ ഓരോ സെക്കൻഡും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകായിരം അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓശാരമായി നൽകിയ, ഇപ്പോഴും നിലനിർത്തി നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ് നമ്മളോട് മിണ്ടിയിട്ട്, നമ്മളോട് സംസാരിച്ചിട്ട് ആ സംസാരത്തിന് ചെവി കൊടുക്കാൻ, അത് പഠിക്കാൻ, അതിലൂടെ എന്താണ് അള്ളാഹുവിനോട് പറയുന്നത് എന്നറിയാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ, ആത്മാർത്ഥമായ പരിശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഏത് മുഖവുമായി നമുക്ക് പോയി നിൽക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ നമ്മളെ വിളിച്ച് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്, വിശ്വസിച്ചവർക്ക് അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്ക്, സത്യത്തിലേക്ക് അഥവാ പരിശുദ്ധ ഖുർആനിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കീഴ്പ്പെടാൻ സമയമായില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. സമയമായില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ്. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. ആർക്കാണ് ഇതിനൊഴിവ് എന്ന ഒരു ധിക്കാരത്തിന്റെ മനസ്സാണ് നമുക്കുണ്ടാവുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് കൈക്കടിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, വിലപിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരാതിരിക്കാൻ ഈ റമളാൻ കഴിഞ്ഞ് ഈ ഈദ് മുസല്ലയിൽ ഇരിക്കുന്ന നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഇനി നമ്മുടെ ചങ്കായി മാറുമെന്നുള്ളത്. ഇനി നമ്മുടെ ഉറ്റ ചങ്ങാതിയായി പരിശുദ്ധ ഖുർആൻ മാറണം. നമുക്കൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാകും. ആ കൂട്ടുകാർ നമ്മളോട് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരാണ് എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക? പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുമ്പോഴാണ്. എന്നാൽ അത്തരത്തിലുള്ള കൂട്ടുകാരനാണ് പരിശുദ്ധ ഖുർആൻ. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഖുർആൻ ഒന്ന് തുറന്നു നോക്കൂ. അതിലെ ഓരോ വചനവും നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തലോടുന്നതായി കാണാം. എൻ്റെ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന് ക്യാൻസർ ബാധിച്ചേറെ പ്രയാസത്തിലാണ്. ആ ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവനുണ്ട്. എന്നാൽ അവൻ്റെ സഹോദരിമാർ അവരെ കാണാൻ വരുമ്പോൾ അവരോട് അവൻ പറയാ, നിങ്ങൾ കുറച്ച് സമയം ഖുർആൻ ഓതുമോ എന്ന്. അവൻ്റെ സഹോദരിമാർക്ക് മനോഹരമായി ഖുർആൻ ഓതാൻ അറിയാം. ആ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവന് വല്ലാത്തൊരു ആശ്വാസമാണ്, സമാധാനമാണ്. അത്രയേറെ വേദന തിന്ന് കഴിയുമ്പോഴും
ആ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശ്വസിക്കുന്ന രീതിയാണ്. ഇനി പ്രിയമുള്ളവരെ, പരലോകത്ത് ഒരാളും നമുക്ക് തുണക്കുണ്ടാവില്ല. ഈ ദുനിയാവിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ആ സുഹൃത്തും നാളെ പരലോകത്ത് നമ്മളെ കാണുമ്പോൾ ഓടിയകലുമെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളെ കാണുമ്പോൾ ഓടിയകലുന്ന, എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെ ബേജാറിലാണ്. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് സ്വന്തത്തിലേക്ക് ചുരുങ്ങി പോകുന്ന, ഒരാളും കൂട്ടിനില്ലാത്ത ആ ഘട്ടത്തിൽ നമ്മുടെ കൈ പിടിക്കുന്ന, നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരനാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റുഹു കർറജുലി ശാഹിബ്. ഖബറുകൾ പൊട്ടിപ്പിളർന്ന് മനുഷ്യനെ ഉയർത്തി നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളൊക്കെ പോയി നിൽക്കേണ്ടി വരുന്ന ദിവസത്തിൽ ഖുർആൻ അതിന്റെ സ്വാഹിബിനെ, അതിന്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടും. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നത്, ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഖുർആൻ ഒരു മനുഷ്യ രൂപത്തിൽ വന്ന്, ഒരാളും തുണക്കില്ലാത്ത ഉമ്മയോ ഉപ്പയോ വരെ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ വരെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത സന്ദർഭത്തിൽ ഖുർആൻ വന്ന് ചോദിക്കുന്നത്, ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അപ്പൊ ആ മനുഷ്യൻ നൽകുന്ന മറുപടി, മാ അരിഫുക, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ. ഫയഖൂലുൽ ഖുർആൻ, അപ്പൊ ഖുർആൻ പറയും, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനായ ഖുർആനാണ്. നിങ്ങൾ ഉറക്കമൊഴിച്ചോതിയ ഖുർആനാണ് ഞാൻ. നിങ്ങൾ പഠിക്കാനേറെ താല്പര്യം കാണിച്ച ഖുർആനാണ് ഞാൻ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ച ഖുർആനാണ് ഞാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ ഖുർആൻ ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ പറയും. ആ ശുപാർശ സ്വീകരിച്ച് ആ ഖുർആനിന്റെ സ്വാഹിബിനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാലോ, വയുത്തൽ മുൽക ബിയമീനി, അവന്റെ വലത് കൈയിൽ അധികാരം നൽകും. വൽ ഖുൽദ ബിശിമാലി, അവന്റെ ഇടത് കൈയിൽ ശാശ്വതത്വം നൽകും. വയൂളു അലാ റഅസിഹി താജുൽ വഖാർ, തീർന്നില്ല, ആദരവിന്റെ ബഹുമാനത്തിന്റെ പൊൻകിരീടം അവനെ ധരിപ്പിക്കും. എന്താണ് വലത് കൈയിൽ അധികാരം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം. ആ മനുഷ്യനോട് പറയപ്പെടും, അൻത മലിക്കും മിൻ മുലൂക്കിൽ ജന്ന, നീ സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവാണ്. ഇപ്പൊ സ്വർഗത്തിൽ ഒരു നിസാര പദവിയല്ല, സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ ഒരു രാജകുമാരനെ പോലെ, ഒരു രാജകുമാരിയെ പോലെ തിമിർത്തുല്ലസിക്കാനുള്ള മഹാസൗഭാഗ്യമാണ്. ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർക്ക്, അത് പഠിക്കാൻ തയ്യാറായവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പിന്നെ കാലാകാലം ആ സ്വർഗത്തിൽ കഴിയാനുള്ള സൗഭാഗ്യമാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വയുക്സാ വാലിദാ ഹുല്ലതൈൻ, അവന്റെ മാതാപിതാക്കൾക്കും അവന്റെ മാതാപിതാക്കളെയും ആദരവിന്റെ ഉടയാടകൾ ധരിപ്പിക്കും. ഫയഖൂലാൻ, അപ്പാ മാതാപിതാക്കൾ ചോദിക്കുന്നത്, ബിമ ഖുസീന ഹാദാ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ആദരവ് ലഭിച്ചത്? ഇപ്പൊ പറയപ്പെടുന്ന മറുപടി, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചു, ആ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പദവി, ഈ മഹത്വം, ഈ പ്രിവിലേജ്. ഇപ്പൊ ഖുർആൻ പഠിച്ച മക്കളുടെ, വിശ്വാസികളായ മാതാപിതാക്കൾക്ക് വരെ ഇത്രയേറെ സ്ഥാനം നാളെ പരലോകത്തുണ്ടെങ്കിൽ, സ്വർഗത്തിലുണ്ടെങ്കിൽ, ആ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകൾക്ക് എത്ര വലിയ മഹത്വം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഈദ് മുസല്ലയിൽ ഒത്തുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഏറെ ഗൗരവത്തിൽ നൽകാനുള്ള വസിയത്ത്, ഖുർആനിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ആ ഖുർആൻ ഓതാത്ത, ആ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാത്ത, അതിലെ ഒരു വചനത്തെക്കുറിച്ചെങ്കിലും ചിന്തിക്കാത്ത ദിവസം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുഞ്ഞു അനുജന്മാരോട്, അനുജത്തിമാരോട് ഏറെ ഗൗരവത്തിൽ ഉണർത്താനുള്ള കാര്യം, സ്വതന്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ആളുകൾ, ലിബറലിസത്തിന്റെ വക്താക്കൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേയെന്ന്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുടിവെട്ടാനുള്ള, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടേയല്ല. കേൾക്കുമ്പോൾ മനോഹരമായി തോന്നും. എന്നാൽ നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യനെ വലിയ ദുരന്തത്തിലാണ് കൊണ്ടുചെന്നെത്തിക്കുക. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ എല്ലാ നിയമങ്ങളും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പാലിക്കുന്നത്. ചുവപ്പ് സിഗ്നൽ കാണുമ്പോൾ നമ്മൾ നിർത്തും. ഒരാളത് നിർത്തുന്നില്ലെങ്കിലോ വലിയ അപകടങ്ങളുണ്ടാവും. പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ നന്മക്കാണ്. ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് അത് നന്മ മാത്രമേ നൽകുകയുള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണ് എന്ന് പറഞ്ഞ ആ ഖുർആനിന്റെ കൽപ്പനകളിൽ നിന്ന്, ദീനിന്റെ ഈ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ
ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള ഗൗരവമുള്ളൊരു കാര്യം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. സൃഷ്ടികളുമായുള്ള ബന്ധവും ഏറെ പ്രധാനമാണ്. മറ്റുള്ളവരോട് നമ്മൾ കാരുണ്യം കാണിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ മാതാപിതാക്കളോട് അവരോട് നമ്മൾ കരുണയിൽ വർത്തിക്കണം. അതൊക്കെ നമ്മുടെ ഈമാനിൻ്റെ തഖ്വയുടെ ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ പരമാവധി നന്മകളാൽ ധന്യമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മളുടെ ഈ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നതിന് ചെലവുണ്ട്, അതിനുള്ള കളക്ഷന്. അതുപോലെ തന്നെ ISM-ന്റെ കീഴിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷനും ഇന്നിവിടെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്ന ദാനത്തിന് ഒമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നു ഞങ്ങൾ പരിശുദ്ധരാക്കണമേ. അല്ലാഹുവേ, റമദാനിൽ നേടിയെടുത്ത തഖ്വയും റമദാനിൽ നേടിയെടുത്ത ഈമാനും റമദാനിൽ നേടിയെടുത്ത നല്ല ശീലങ്ങളും ഇനിയുള്ള കാലത്തും ജീവിതത്തിൽ പകർത്തി അങ്ങനെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് വിട പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ എത്ര ആളുകൾ രോഗികളാണ്, പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കാരുണ്യവാനായ അല്ലാഹുവയുടെ രോഗങ്ങളൊക്കെ പൂർണ്ണമായി സുഖപ്പെടുത്തി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഈദ് ആഘോഷിക്കുമ്പോഴും ആ ഒരു സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കാത്ത, ഭക്ഷണമില്ലാതെ അതുപോലെ വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഫലസ്തീനിലെ കുഞ്ഞു മക്കളുണ്ട്. അല്ലാഹുവേ, അവരെയൊന്നും ഓർക്കാതെ നിങ്ങളുടെ പെരുന്നാൾ പൂർണ്ണമാകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ, മുസ്ലിം ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് മുസ്ലിം ലോകത്തെ അറബ് നാടുകളെയൊക്കെ കാത്ത് സംരക്ഷിക്കണമേ. അല്ലാഹുവേ, ഫലസ്തീനിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം അവർക്ക് സംജാതമാക്കി നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.